കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2 തിമോഥെയോസിന് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെയും 13-ാമത്തെയും വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും, നാം തള്ളിപ്പറയുകയും എങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാക്കുന്നു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, നമുക്കറിയാം, നമ്മുടെ ഇടയിൽ തന്നെ തള്ളിപ്പറയുന്നവരുടെ എണ്ണം കൂടുതലാണ്. കാര്യമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ പലപ്പോഴും അങ്ങനെയാണ്. തനിക്ക് എന്തെങ്കിലും ലഭിക്കുന്നത് വരെ അവരെ ചേർത്തുകൊള്ളും. അല്ലെങ്കിൽ സകലം അവരിലൊരു വെറുപ്പ് കാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ നിന്ന് പ്രതീക്ഷിച്ചത് കിട്ടിയില്ല എന്നാവുമ്പോൾ തള്ളിപ്പറയണവരാണ് ഏറെ പേര്. അപ്പോൾ അതേപോലെ തന്നെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരും അങ്ങനെയാണ്. പല പ്രാർത്ഥന വിഷയവുമായിട്ട് ദൈവസന്നിധിയിൽ പോകും, പക്ഷെ കൂടെ പാർക്കും, എല്ലാ നന്മകളും പ്രാപിക്കും. പക്ഷെ ഏതെങ്കിലും ഒരു ചെറിയ വിഷയത്തിൽ താൻ വിചാരിച്ചത് ദൈവം നടത്തി തന്നില്ല എന്നുണ്ടെങ്കിൽ എന്തിന് പള്ളി, അല്ലെങ്കിൽ എന്തിന് പ്രാർത്ഥന, അല്ലെങ്കിൽ ഇതെന്തോന്ന് ജീവിതം, ഇങ്ങനെ പറഞ്ഞിട്ട് ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവരുണ്ട്. അപ്പോൾ ക്രിസ്തു എന്ത് പറയുന്നു വെച്ചാൽ, അങ്ങനെ തള്ളി പറഞ്ഞാലും ക്രിസ്തുവും തള്ളി പറയുന്നു എന്ന് പറയുന്നു. പക്ഷേ ദൈവം വിശ്വസ്തനാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ തീത്തോസിനോട് പറയുകയാണ്. പ്രിയ ദൈവമക്കളെ, ഈ തള്ളി പറഞ്ഞതിന് ഒരു ഉദാഹരണം നമുക്ക് ബൈബിളിൽ തന്നെ ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ, യേശുവിൻ്റെ പ്രിയ ശിഷ്യനായ പത്രോസ് തന്നെ കാണിച്ചു കൊടുക്കുന്ന ആ രാത്രിയിൽ തന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുമെന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്: ജീവൻ പോകേണ്ടി വന്നാലും ഞാൻ അങ്ങേ തള്ളിപ്പറയത്തില്ലെന്ന്. പക്ഷേ സന്ദർഭം വന്നപ്പോൾ തള്ളിപ്പറയുകയും ചെയ്തു. പക്ഷേ ദൈവം നേരത്തെ പറഞ്ഞതുകൊണ്ട് ആ ഒരു ഓർമ്മ തനിക്ക് വന്നപ്പോൾ ദൈവസന്നിധിയിൽ പോയി മനസ്സ് നൊന്ത് ഏറെ കരഞ്ഞ് അവൻ്റെ ആ കണ്ണുനീര് കണ്ട് ദൈവം എന്ത് ചെയ്തു? അവനോട് ക്ഷമിച്ചു, അവനെ വീണ്ടും ചേർത്തുകൊണ്ട്. പ്രിയ ദൈവ പൈതലേ, നാം നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ നിമിത്തം യേശുവിനെ വിട്ട് പിന്മാറുകയോ അല്ലെങ്കിൽ യേശു ആര് എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, നാം മിണ്ടാതെ ഇരുന്നാൽ ദൈവം നമ്മോട് ക്ഷമിക്കത്തില്ല. ദൈവം പിതാവിൻ്റെ സന്നിധിയിൽ നമ്മയും തള്ളിപ്പറയും. ഇല്ല, നാം ചെയ്തത് തെറ്റെന്ന് നാം ഉണരുമ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് ഈ പത്രോസ് കരഞ്ഞതുപോലെ കരഞ്ഞ് നാം മാപ്പപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. കർത്താവ് ക്ഷമിക്കുകയും ചെയ്യും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, ഞങ്ങൾ ഈ ലോക ജീവിതത്തിൽ ഓടുമ്പോൾ കർത്താവ്, ഞങ്ങളുടെ ഏത് ജീവിത സാഹചര്യങ്ങളിൽ കൂടെ ഞങ്ങൾ കടന്നു പോയാലും, അത് കഷ്ടമായാലും നഷ്ടമായാലും സന്തോഷമായാലും, അതൊരു കർത്താവ് ഏതൊരു സാഹചര്യത്തിലായാലും അങ്ങയെ തള്ളി പറയാതെ അങ്ങയോടൊപ്പം ജീവിച്ച് അങ്ങയുടെ രാജ്യത്തിൽ വന്നു ചേരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അങ്ങ് ക്ഷമിച്ച് കർത്താവെ ഞങ്ങളോട് കരുണയായിട്ട് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം. നല്ല പിതാവേ, ആമേൻ.